ഇതിൻ്റെ റീൽ നിങ്ങൾ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇത് ഞാനും അമ്മയും എൻ്റെ മക്കളെയും കൂട്ടിയിട്ട് ഇതേ ഞങ്ങൾ അമ്മയുടെ നാട്ടിലോട്ട് വന്നതാണ് കേട്ടോ. ചാലയിൽ നിന്ന് മീൻ പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ഉണ്ണിയും കുഞ്ഞനിയനും കൂടി ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ഓർമ്മകൾ അമ്മയ്ക്കുണ്ട് കേട്ടോ. അമ്മ ജനിച്ച് വളർന്ന അമ്മയുടെ സ്വന്തം നാടാണിത്. അമ്മയുടെ ചെറിയ പ്രായത്തിലാണ് അമ്മയുടെ പാരൻസിനെ അമ്മയ്ക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കഥകൾ അമ്മയ്ക്ക് ഇവിടെ പറയാനുണ്ടായിരുന്നു. ഞാൻ ജനിച്ച് കുറച്ച് മാസങ്ങളോളം നമ്മൾ ഇവിടെ തന്നെയായിരുന്നു താമസം. പിന്നീടാണ് അച്ഛനും അമ്മയും സ്ഥിരമായിട്ട് ഇവിടുന്ന് താമസം മാറിയത് കേട്ടോ. പണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ കുറേ കഷ്ടപ്പെട്ട് മൺകട്ടയിൽ ഉണ്ടാക്കിയ വീടാന്നൊക്കെ അമ്മ എപ്പോഴും പറയുമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ആ വീട് കണ്ടിട്ടില്ല. എനിക്കൊരു ആവുന്നതിന് മുമ്പ് തന്നെ ആ വീടൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയത്ത് അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരാറുള്ളത് ദേ ഇവിടേക്കാണ് കേട്ടോ. ഇവിടെ എൻ്റെ മൂത്തമ്മയും അമ്മാവനും ഏട്ടന്മാരും ഒക്കെ ഞങ്ങളെ കാത്തിരിക്കാറുണ്ടായിരുന്നു. അന്നൊന്നും ഇവിടെ കറണ്ട് കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഇവിടെ വരുന്നത് ഫോൺ കണക്ഷൻ ആയിരുന്നു കേട്ടോ. പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് കറണ്ടൊക്കെ ഇവിടെ കിട്ടുന്നത്. എന്നിരുന്നാലും ആ ഒരു ചിമ്മിനിക്കൂടിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെല്ലാം ഇവിടെ സന്തുഷ്ടരായിരുന്നു. അത്രയും ഓർമ്മകൾ എനിക്ക് ഇവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വന്നാൽ മെയിനായിട്ടുള്ള പരിപാടി ഇതേ ചാലിൽ പോയിട്ട് കളിക്കുക എന്നുള്ളതാണ്. ചാലിൽ പോയി കുളിക്കുക, നനയ്ക്കുക, വെള്ളത്തിൽ കളിക്കുക, പിന്നെ ഓളിയിൽ പോയി കളിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ. ഓളിയാന്ന് തന്നെയല്ലേ നിങ്ങളെ നാട്ടിൽ പറയുക. കുട്ടികൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു അപരിചിതത്വം അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടായിരുന്നില്ല. ദിയാനാണെങ്കിൽ അവിടെയുള്ള ഒരാളെ പോലെ തന്നെയാണ് കേട്ടോ പെരുമാറിക്കൊണ്ടിരുന്നത്. അന്നത്തെ എല്ലാവരും ഇന്നിവിടെ ഇല്ല. മൂത്തമ്മയും ഒരു അമ്മാവനും മാത്രമാണ് കേട്ടോ ഇന്നിവിടെ ബാക്കിയുള്ളത്. ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് താമസം മാറി വേറെ സ്ഥലത്ത് പോയി. വേറെ സ്ഥലത്തൊന്നുമല്ല, എനിക്കൊരു വിളിപ്പാടകലെ എൻ്റെ കയ്യെത്താ ദൂരത്ത് തൊട്ടടുത്ത് തന്നെ എൻ്റെ മൂത്തമ്മയും ഏട്ടനൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്നും കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിൽ ഇവിടെയുള്ള എല്ലാ വഴികളും അറിയാന്നുള്ള രീതിയിലാണ് ദിയാൻ എന്നെ കൊണ്ട് നടക്കുന്നത്. അവൻ്റെ കൈ ഞാനാണോ എൻ്റെ കൈ അവനാണോ പിടിച്ചതെന്ന് എനിക്ക് സംശയം തോന്നി. ദേ അവിടെ ഇതൊക്കെ ഉണ്ട് മേമേന്നൊക്കെയാണ് കേട്ടോ അവൻ പറയുന്നത്. പിന്നെ എൻ്റെ ചാമ്പങ്ങയോടുള്ള അടങ്ങാത്ത പ്രണയം തുടങ്ങിയത് ഇവിടെ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. പണ്ട് വരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടെ തോട്ടത്തിൽ ചാമ്പങ്ങ ഉണ്ടായിരുന്നു. എനിക്ക് വേറെ എവിടെ നിന്ന് ചാമ്പങ്ങ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അവധിക്ക് വരുമ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ചാമ്പങ്ങയൊക്കെ പറിച്ച് കഴിക്കാറുണ്ടായിരുന്നത്. ഇവിടുന്ന് തന്നെയാണ് അത് തുടക്കമിട്ടതെന്ന് വേണമെങ്കിൽ പറയാട്ടോ. ദേ ചാലിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അതിലിറങ്ങി കാലൊക്കെ നനച്ചു. ഈ പിള്ളേരെയും കൊണ്ട് അധികം നേരം ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റൂല. കാരണം രണ്ടും കൂടി പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ബഹളം വെക്കും കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. എവിടെയോ മനസ്സിലെവിടെയോ എന്തോ ഒരു വിങ്ങിപ്പൊട്ടലൊക്കെയാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഓർമ്മകളിലേക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാത്ത വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെ രണ്ടുപേരും കൂടി റബ്ബറിൻ്റെ പാല് നോക്കുകയാണ് കേട്ടോ. അത് ഒട്ടുപാലായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നത്തെ പിള്ളേർക്കൊന്നും അറിയില്ലല്ലോ ഒട്ടുപാൽ എന്താണെന്നും റബ്ബർ എങ്ങനെയാണ് ചെത്തുന്നതെന്നൊക്കെ. അങ്ങനെ ചേച്ചി അനിയനും കൂടി കഷ്ടപ്പെട്ടതേ കുന്നൊക്കെ കയറി വരികയാണ്. അങ്ങനെ മൂത്തമ്മയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.